ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ് പെപ്പർ റോസ്റ്റാണ്. ഒരു വെറൈറ്റി രീതിയിലുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ പുരട്ടി കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 തക്കാളിയും 2 സവോള എടുക്കുക, പിന്നെ ഒരു 10ഓളം വെള്ളുള്ളി അല്ലി, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോള കട്ട് ചെയ്ത് വരാം. സവോളൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അല്പം കനത്തിലും ഇതേപോലെ ഒരു സ്വല്പം കനം മാത്രമേ ഉള്ളൂ നീളത്തിൽ കട്ട് ചെയ്യുക. തക്കാളിയും അതേപോലെ തന്നെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വരാം. അപ്പോൾ അതിൻ്റെ കട്ടിങ് എല്ലാം ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതാ സവോള തക്കാളി എല്ലാം കട്ട് ചെയ്തു. പച്ചമുളക് നമ്മൾ ഓംലേറ്റിന് കട്ട് ചെയ്യുന്ന മാതിരി അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളുള്ളി 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ നമ്മൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പിയിൽ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല, കുരുമുളക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രുചിയായിരിക്കും. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. ഒരു 1/4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് ആ മുട്ട മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ചിക്കി എടുക്കാനുണ്ട്. അതായത് പതുക്കെ നമ്മളത് ഒന്ന് ചിക്കി എടുക്കണം. ഒരുപാട് പൊടിയാക്കാതെ അല്പം ചെറിയ കഷ്ണങ്ങളാക്കി ഇതെടുക്കണം. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കുക. നല്ല രുചിയായിരിക്കും. കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേപോലെ ആവുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമ്മൾ അതേ ഫ്രൈ പാൻ തന്നെ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ വെള്ളുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇതളൊക്കെ ഒന്ന് വിട്ട് വരുവോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് വഴറ്റി വെന്തൊന്നും പോകണ്ട. ഇത് അല്പം നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവാളയൊക്കെ ഒന്ന് കടിക്കണം ഇടയ്ക്ക്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കോഴിമുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉപ്പ് മതിയാവും. ഇപ്പോൾ സവാളയൊക്കെ ഒന്നിനൊന്ന് വിട്ടത് വരെ വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അപ്പോൾ ആ തക്കാളിയും സവാളയും എല്ലാം കൂടി ഒന്ന് ശരിക്കും ഒന്ന് വെന്തോളും. 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ കിട്ടി. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു വിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 3/4 സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെയും ഒരല്പം കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണിലധികം ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു മണവും നല്ലൊരു ഗുണവും രുചിയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതിലേക്ക് ഒരു 2-3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അല്പം വെള്ളം വറ്റാനുണ്ട്. ഇതേ പരുവത്തിൽ നമ്മൾ ആ മുട്ട മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് എണ്ണ അധികം വേണ്ടി വരില്ല. ഇല്ലെങ്കിൽ അത് വഴന്ന് കിട്ടാൻ നമ്മൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം ആ കോഴിമുട്ടയിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ പുരട്ടി കഴിക്കാനും ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഒരു അല്പം മല്ലിയില കൂടി അതിൽ വിതറി കൊടുത്തു. നല്ലതുപോലെ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇത് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും
കോഴിമുട്ട എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ ഈ ഒരു എഗ് പെപ്പർ റോസ്റ്റ് മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്